ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലോക്ക് അതുപോലെ തന്നെ കലണ്ടർ ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നുമുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. ഈ രണ്ട് ചാപ്റ്റേഴ്സും നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിനു മുൻപ് ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ആ ഒരു ക്ലാസ് കൂടെ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. സോ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇഫ് 10 ജൂലൈ 2011 വാസ് സൺഡേ, then what was the day of the week on 10 ജൂലൈ 2019? അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഇവിടെ നമുക്കൊരു റെഫറൻസ് ഡേറ്റ് തന്നിട്ടുണ്ട്, അത് വെച്ചുകൊണ്ട് ഓഡ് ഡേയ്സ് ഒക്കെ കണ്ടുപിടിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ല എങ്കിൽ നേരിട്ട് ഈ ഡേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ അവിടെ ഒരു അപകടം ഉള്ളത്, ഈ റെഫറൻസ് ഡേറ്റ് തരുന്നത് കൃത്യമായ ഡേറ്റ് ആവണമെന്നില്ല. ഇപ്പം എനിക്ക് തോന്നുകയാണ്, ഇപ്പോൾ ഈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ആണെങ്കിൽ ഇതിനെ വെച്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും 2011 ജൂലൈ 10 ഞായറാഴ്ച ആകണമെന്ന് നിർബന്ധമില്ല. അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ഈ ഡേറ്റ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന മെത്തേഡ് വെച്ച് കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ പറയാൻ പോകുന്ന മെത്തേഡ്, അല്ലെങ്കിൽ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഏത് ഡേറ്റ് നിങ്ങളോട് ചോദിച്ചാലും, ഏത് ദിവസം ചോദിച്ചാലും നിങ്ങൾക്ക് നേരിട്ട് കണ്ടുപിടിക്കാം. ഒരു റെഫറൻസ് ഡേറ്റിൻ്റെ സഹായം ഇല്ലാതെ തന്നെ. പക്ഷെ അത് കൃത്യമായ ഡേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ബുധനാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ബുധനാഴ്ച എന്ന് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പം ഈ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഈ സൺഡേക്ക് പകരം ഞാൻ മൺഡേ ആണെന്ന് വിചാരിക്കുക ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇന്ന് വ്യാഴമാണെന്നായിരിക്കും. കാരണം നമ്മൾ ഒരു ദിവസം മുന്നേ കൂട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഈ റെഫറൻസ് ഡേറ്റ് കൃത്യമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അവിടെ നമ്മൾ ഓഡ് ഡേയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ലാതെ ഓഡ് ഡേയ്സ് എന്താണെന്ന് ഇപ്പോൾ ഞാനിപ്പോൾ പറയാം. അങ്ങനെ ഓഡ് ഡേയ്സ് കണ്ടുപിടിച്ചൊന്നുമല്ല, വളരെ പെട്ടെന്ന് നമുക്ക് നേരിട്ട് ആൻസറിലേക്ക് പോകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഈ ചോദ്യം പക്ഷേ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഓഡ് ഡേയ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഇനി ഓഡ് ഡേയ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സാധാരണ വർഷത്തിൽ, ഒരു നോർമൽ ഇയറിൽ എത്ര ദിവസമുണ്ട്? 365 ദിവസമുണ്ട്. സാധാരണ ഒരു വർഷത്തിൽ 365 ദിവസം. ഇതിൽ കൃത്യമായിട്ട് 7 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റുമോ? ഇപ്പോൾ 365-നെ ഞാൻ കൃത്യമായിട്ട് എനിക്ക് 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ അല്ല. 365 എന്ന് പറയുമ്പോൾ 7 കൊണ്ട് ഡിവിസിബിൾ അല്ല. ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 5 പ്രാവശ്യം ആകുമ്പോൾ 35, 1 5 15, 2 പ്രാവശ്യം ആകുമ്പോൾ 14 ശിഷ്ടം 1 എന്ന് പറയുമ്പോൾ 7ന്റെ മൾട്ടിപ്പിൾ ആയി കഴിയുമ്പോൾ, അതായത് കൃത്യം 52 ആഴ്ചകളും ഒരു ദിവസവും കൂടി ചേരുന്നതാണ് ഒരു വർഷം. അപ്പോൾ ഈ ഒന്നിനെയാണ് നമ്മൾ ഇവിടെ ഓഡ് ഡേയ്സ് അല്ലെങ്കിൽ അതിദിവസം എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ ഇതൊരു ലീപ്പ് ഇയർ എടുക്കുകയാണെങ്കിൽ 366 ദിവസമായിരിക്കും. അതിനെ നിങ്ങൾ 7 കൊണ്ട് ഹരിച്ചാൽ 7 5 35 16, 7 2 14, ശിഷ്ടം എത്ര കിട്ടും? 2 ഓഡ് ഡേയ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇവിടെ നോക്കിയിരിക്കേണ്ടത്. ഒരു സാധാരണ വർഷത്തിൽ, അതായത് ഒരു ലീപ്പ് ഇയർ അല്ല എങ്കിൽ എത്രയായിരിക്കും? ഒരു ഓഡ് ഡേയ്സും ഒരു അതിദിവസവും. ഒരു ലീപ്പ് ഇയർ ആണെങ്കിൽ അതിന് 2 അതിദിവസങ്ങളും ഉണ്ടായിരിക്കും. ഇനി ലീപ്പ് ഇയർ ആണോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഒരു വർഷം നിങ്ങൾക്ക് തന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളോട് ചോദിക്കുകയാണ് 1950 ലീപ്പ് ഇയർ ആണോ? എങ്ങനെ കണ്ടുപിടിക്കും? അവസാനത്തെ 2 അക്കം നോക്കുക, അതിനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ അത് ലീപ്പ് ഇയർ ആയിരിക്കും. 50നെ നമുക്ക് പൂർണ്ണമായും 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. സോ അതുകൊണ്ട് അത് ലീപ്പ് ഇയർ അല്ല. എന്നാൽ 2100 ലീപ്പ് ഇയർ ആണോ? 2100നെ 4 കൊണ്ട് ഹരിക്കാമല്ലോ. അപ്പോൾ അത് ലീപ്പ് ഇയർ ആണോ എന്ന് ചോദിച്ചാൽ അതും ലീപ്പ് ഇയർ അല്ല. സെഞ്ചുറി ആണെങ്കിൽ, അല്ലെങ്കിൽ അവസാനത്തെ 2 അക്കം 0 ആണെങ്കിൽ ഇതിനെ മൊത്തത്തിൽ നമുക്ക് 400 കൊണ്ട് ഹരിക്കാൻ പറ്റും. 400 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ സെഞ്ചുറി ആണെങ്കിൽ, അവസാനം 2 0 വരുന്ന വർഷങ്ങളാണെങ്കിൽ 400 കൊണ്ടും, അല്ലാത്ത വർഷങ്ങളാണെങ്കിൽ എത്ര കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റുമെങ്കിലാണ് അതിനെ ലീപ്പ് ഇയർ. കാരണം ആ വർഷത്തിൽ ഫെബ്രുവരിക്ക് 29 ദിവസങ്ങൾ കാണും, ഒരു ദിവസം എക്സ്ട്രാ വരും. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, സാധാരണ ഒരു വർഷമാണെങ്കിൽ അതിന് 1 ഓഡ് ഡേയ്സ് ഉണ്ടാകും. ലീപ്പ് ഇയർ ആണെങ്കിൽ അതിന് 2 ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പം ജൂലൈ മുതലാണ് നമുക്ക് നോക്കണം. നമുക്ക് 2011 ഡേറ്റ് തന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2019 ഡേറ്റ് ആണ്. അപ്പോൾ സാധാരണ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ,
2011 ജൂലൈ 10. ഈ ജൂലൈ 10 ശേഷം എത്ര ദിവസങ്ങൾ ഉണ്ടായിരുന്നു ജൂലൈ മാസത്തിൽ? എത്ര ദിവസങ്ങളോടെ കഴിഞ്ഞു പോയി? ജൂലൈ തീരാൻ, ജൂലൈ ആകെ 31 ദിവസമാണ്, 10 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇനി ജൂലൈയിൽ എത്ര ദിവസങ്ങൾ ബാക്കിയുണ്ട്? 21 ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഓഗസ്റ്റിൽ എത്ര ദിവസങ്ങളുണ്ട്? 31 ദിവസങ്ങൾ ബാക്കിയുണ്ട് അല്ലേ? 31 ദിവസങ്ങൾ. സെപ്റ്റംബറിൽ 30 ദിവസങ്ങൾ. ഒക്ടോബറിൽ 31 ദിവസം. നവംബറിൽ 30 ദിവസം. ഡിസംബറിൽ 31 ദിവസം. അപ്പോൾ ഈ ദിവസങ്ങളെല്ലാം കൂടെ കൂട്ടുക, എത്ര കിട്ടും നമുക്ക്? 174 എന്ന് കിട്ടും. എത്ര കിട്ടും? 174 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ 174 ദിവസങ്ങളുണ്ട്. ഇതിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? എന്തിനാ ഓഡ് ഡേയ്സ് നോക്കുന്നത്? ഈ സൺഡേയുമായിട്ട് എത്ര ദിവസം കൂടെ കൂട്ടണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഓഡ് ഡേയ്സ് നോക്കുന്നത്. ഇവിടുത്തെ ഓഡ് ഡേയ്സ് എത്ര കിട്ടി? 174നെ നമ്മൾ 7 കൊണ്ട് ഹരിച്ചു നോക്കി. 7 2 പ്രാവശ്യം ആകുമ്പോൾ 14, 3, 4. വീണ്ടും അതിനെ 7 കൊണ്ട് ഹരിക്കുന്നു. 7 4 പ്രാവശ്യം ആകുമ്പം 28. ഓഡ് ഡേയ്സ് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. സോ ഓഡ് ഡേയ്സ് എത്ര ഇവിടെ കിട്ടിയേ? 6 ഓഡ് ഡേയ്സ് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടുത്തെ ഓഡ് ഡേയ്സ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ നമുക്ക് ഈ 2011 എന്ന വർഷം കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോവുകയാണ് 2012. 2012 എത്ര ഓഡ് ഡേയ്സ് ഉണ്ടാവും? എത്ര ഓഡ് ഡേയ്സ് ഉണ്ടാവും? 2012 ഒരു സാധാരണ വർഷമാണോ? 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. അപ്പോൾ ലീപ്പ് ഇയർ ആണ്. എത്ര ഓഡ് ഡേയ്സ് ഉണ്ടാവും? 2. 2013 സാധാരണ വർഷമാണ്, 1 ഓഡ് ഡേയ്സ്. 2014 എത്ര ഓഡ് ഡേയ്സ് ഉണ്ടാവും? സാധാരണ വർഷമാണ്, 1 ഓഡ് ഡേയ്സ്. 2015 സാധാരണ വർഷമാണ്, 1 ഓഡ് ഡേ. 2016 സാധാരണ വർഷമാണ്. സാധാരണ വർഷമാണോ? അല്ല, ലീപ്പ് ഇയർ ആണ്. അതുകൊണ്ട് 2 ഓഡ് ഡേയ്സ് ഉണ്ടാവും. ഇനി 2017 1 ഓഡ് ഡേ ഉണ്ടാവും. 2018 2 ഓഡ് ഡേയ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടുക. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? എത്ര ഓഡ് ഡേയ്സ് എന്ന് നമുക്ക് കിട്ടി? 2, 3, 4, 5, 7, 9 ഓഡ് ഡേയ്സ് എന്ന് കിട്ടി. സോറി, 2018 ഓഡ് ഡേ അല്ല, 2018 ലീപ്പ് ഇയർ അല്ലല്ലോ. അപ്പോൾ 1 വരത്തുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 2, 1, 3, 1, 4, 2, 4, 1, 5, 2, 7, 9 ഓഡ് ഡേയ്സ് എന്ന് കിട്ടി. എത്ര കിട്ടിയ? 9. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഓഡ് ഡേയ്സ് എത്രയാണ്? 9 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഓഡ് ഡേയ്സ് എത്ര? 9. അതും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇവിടെ നമുക്ക് കിട്ടിയ ഓഡ് ഡേയ്സ് എത്ര? 9. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ്. അപ്പോൾ നമ്മൾ എവിടെ വരെ എത്തി? ഇപ്പോൾ 2019 വരെ നമ്മൾ എത്തി. ഇനി എന്താ? 2018 വരെ എത്തി. നമുക്ക് 2019 ജൂലൈ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും 2019 നോക്കുമ്പോൾ 2019 നമുക്ക് ജനുവരി മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? 31. ഫെബ്രുവരി മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? 2019 നോർമൽ ഇയർ ആണ്, 28 ദിവസങ്ങൾ. മാർച്ചിൽ 31 ദിവസങ്ങൾ. ഏപ്രിൽ 30 ദിവസങ്ങൾ. മെയ് 31. ജൂൺ 30. ജൂലൈ 31. പക്ഷേ നമുക്കിവിടെ ജൂലൈ 31 എഴുതേണ്ട ആവശ്യമുണ്ടോ? ജൂലൈ മാസം മുഴുവനും നമുക്ക് വേണോ? വേണ്ട. നമ്മൾ എത്ര വരെ എഴുതിയാൽ മതി? ജൂലൈ 10 വരെ എഴുതിയാൽ മതി. 10. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടുന്നു. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 9. 191 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നമ്മൾ ഇനി അടുത്തത് നോക്കേണ്ടത് എന്താണ്? 191 എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 191നെ 7 കൊണ്ട് ഹരിക്കുക. 7 2 പ്രാവശ്യം ആകുമ്പോൾ 14. പിന്നെ എത്ര കിട്ടുന്നു? ഇവിടെ നമുക്ക് 51 കിട്ടുന്നു. 7 പ്രാവശ്യമായപ്പോൾ 49. റിമൈൻഡർ എത്ര വന്നു? 2 എന്ന് വന്നു. ശരിയല്ലേ? 2. അപ്പോൾ നമുക്ക് ഇവിടെ ആകെ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? അപ്പോൾ നമ്മുടെ ടോട്ടൽ ഓഡ് ഡേയ്സ് എത്ര? ടോട്ടൽ ഓഡ് ഡേയ്സ് എത്ര കിട്ടും നമുക്ക്? 2 + 6 + 9 എത്ര കിട്ടും? 6 2 8 9 17 എന്ന് കിട്ടി. ഓഡ് ഡേയ്സ് എത്ര കിട്ടി? 17 എന്ന് കിട്ടി. ഇനി എത്രയാണ്? ഈ 17നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 7 കൊണ്ട് ഹരിച്ചു നോക്കുന്നു. 7 2 പ്രാവശ്യമായപ്പോൾ 14. എത്ര കിട്ടുന്നു? ശിഷ്ടം എത്ര കിട്ടുന്നു? 3. അപ്പോൾ
അപ്പോൾ നമുക്ക് ഫൈനൽ കിട്ടിയത് എത്ര, റിമൈൻഡർ എത്ര, 3 കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഈ സൺഡേയുടെ കൂടെ 3 കൂടെ കൂട്ടണം. സോ ആൻസർ എത്രയായിരിക്കും, സൺഡേ പ്ലസ് 3 days. സൺഡേയുടെ കൂടെ 3 ദിവസം കൂടെ കൂട്ടുമ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. സോ ആൻസർ ഈസ് ഈക്വൽ ടു വെനസ്ഡേ. ബുധനാഴ്ചയാണ് നമ്മുടെ ആൻസർ വരിക. ഓപ്ഷൻ സി ശരിയാണോ? തീർച്ചയായും. ഇത് നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. അത് നമ്മൾ അടുത്ത ചോദ്യം ചെയ്യുമ്പം ഞാനത് പറഞ്ഞുതരാം. ഈ ഒരു മെത്തേഡിലും നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ചോദ്യത്തിൽ ആ ഒരു മെത്തേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അത് ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? വാട്ട് വാസ് ദ ഡേ ഓഫ് ദ വീക്ക് ഓൺ 10th October 2021? 2021 ഒക്ടോബർ 10 ഏത് ദിവസമാണ്? അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഇതും വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഓഡ് ഡേയ്സ് ഒക്കെ എടുത്ത് കൂട്ടിയും കുറച്ചും ഒക്കെ എടുത്ത് ചെയ്യാം. അതിനേക്കാളും ഒക്കെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. അത് ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ അതിന് ഈ 3 ടേബിളുകൾ നിങ്ങൾ പഠിക്കണം. ഇതിൽ ആദ്യത്തേത് മന്ത് കോഡ്, ഓരോ മാസങ്ങൾക്കും ഒരു കോഡുണ്ട്. സെഞ്ചുറി കോഡ്, ഓരോ സെഞ്ചുറിക്കും ഒരു കോഡുണ്ട്. ഓരോ ദിവസത്തിനും ഒരു കോഡുണ്ട്. സോ ഈ കോഡുകൾ പഠിച്ചു വെക്കുക. ഈ കോഡ് വെച്ചുള്ള ഒരു കളിയാണിത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം നമ്മുടെ ഡേറ്റ് 10 October 2021. നിങ്ങൾ ഈ ജനുവരിയുടെയും ഫെബ്രുവരിയുടെയും കോഡ് കണ്ടോ? ലീപ്പ് ഇയർ ആണെങ്കിൽ ജനുവരിയുടെ കോഡ് 1 എന്നല്ല 0 എന്ന് വേണം എടുക്കാൻ. ലീപ്പ് ഇയർ ആണെങ്കിൽ ഫെബ്രുവരിയുടെ കോഡ് 4 അല്ല 3 എന്ന് വേണം എടുക്കാനായിട്ട്. സോ അത് അവിടെ ശ്രദ്ധിച്ചോണം. ഇനി നമുക്ക് ആദ്യം നോക്കേണ്ടത് നമ്മുടെ ഈ ഡേറ്റിനകത്തിലെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് നമുക്ക് വേണ്ട നമ്പർ നമ്മുടെ വർഷത്തിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എത്രയാണ്? 21. ഇനി രണ്ടാമത് നമുക്ക് വേണ്ട നമ്പർ ഈ 21-നകത്തിൽ എത്ര ലീപ്പ് ഇയേഴ്സ് ഉണ്ട്. അതായത് 21-നെ 4 കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടം മാത്രം എടുക്കുക. 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 5, 20. ശിഷ്ടം എത്ര കിട്ടും? 1. സോറി, ശിഷ്ടമല്ല, ഹരണഫലം മാത്രം എടുക്കുക. ശിഷ്ടമല്ല, ഹരണഫലം മാത്രം. ശിഷ്ടം വേണ്ട, ഹരണഫലം മാത്രം എടുക്കുക. ഹരണഫലം എത്ര? 5. ഇനി മൂന്നാമത്തെ നമ്പർ മാസത്തിൻ്റെ കോഡ്, ഒക്ടോബർ മാസത്തിൻ്റെ കോഡ് എത്ര? 1. ഇനി നാലാമത്തെ നമ്പർ സെഞ്ചുറി കോഡ്. സെഞ്ചുറി കോഡ് എന്ന് പറയുമ്പോൾ 2021. സോ 2000-നും 2099-നും ഇടയ്ക്കത്തെ കോഡ് എത്രയാണ്? 6. ഇനി അഞ്ചാമത്തെ നമ്പർ ഡേറ്റ്. ഡേറ്റ് എത്ര? 10. ഇതെല്ലാം കൂടെ കൂട്ടുക. ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5 1 6 7 13 3 എത്ര കിട്ടി? 43 എന്ന് നമുക്ക് കിട്ടി. 43 എന്ന് കിട്ടി. 43. ഇനി എന്താ ചെയ്യുന്നത്? ഈ 43-നെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എത്ര ആഴ്ചയിൽ ഇത് ഏത് ദിവസമാണെന്നാണ്. സോ 43-നെ നമ്മൾ എന്ത് ചെയ്യുക? 7 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും? 7 6 പ്രാവശ്യം ആകുമ്പോൾ 42. ശിഷ്ടം എത്ര കിട്ടി? 1. ശിഷ്ടം 1 കിട്ടിയാൽ പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഡേ കോഡിലേക്കാണ്. കിട്ടിയ ശിഷ്ടം എത്ര ആണോ അതായിരിക്കും നിങ്ങളുടെ ദിവസം. ശിഷ്ടം 1 കിട്ടിയാൽ സൺഡേ, 2 കിട്ടിയാൽ മൺഡേ, 3 കിട്ടിയാൽ ട്യൂസ്ഡേ, 4 വെനസ്ഡേ, 5 തേഴ്സ്ഡേ, 6 ഫ്രൈഡേ, 7 വരുമോ? 7 കൊണ്ട് ഹരിച്ചാൽ 7 ശിഷ്ടം കിട്ടുമോ? ഇല്ല, 0 കിട്ടിയാൽ സാറ്റർഡേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് ഡേറ്റ് ചോദിച്ചാലും ചെയ്യാൻ പറ്റും. ഇതൊരിക്കലും തെറ്റത്തില്ല. ഏത് ഡേറ്റ് നിങ്ങൾ നോക്കിയാലും ഇതുപോലെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഏത് ഡേറ്റ് നോക്കിയാലും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആൻസർ കിട്ടും. നമ്മൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ശിഷ്ടം എടുക്കുന്നതിലും ഒക്കെ എന്തെങ്കിലും തെറ്റ് പറ്റിയാലേ ഉള്ളൂ. കൃത്യമായിട്ട് ഈ മെത്തേഡിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മുമ്പത്തെ ചോദ്യം ഉണ്ടല്ലോ, നമ്മൾ മുമ്പേ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, എന്തായിരുന്നു അത്? 10 ജൂലൈ 2019. അത് നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. 10 ജൂലൈ 2019. 10 ജൂലൈ 2019. അപ്പോൾ ആൻസർ അവിടെ നമുക്ക് എത്ര ആയിരുന്നു കിട്ടിയത്? 10 ജൂലൈ 2019 വെനസ്ഡേ എന്നാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. 19 അല്ലേ ആദ്യം കിട്ടേണ്ട? എന്താണ്? അവസാനത്തെ 2 അക്കം ഏതാണ്? 19. ഇനി രണ്ടാമത്തെ വാല്യൂ എത്ര? 19-ൽ എത്ര ലീപ്പ് ഇയേഴ്സ് ഉണ്ട്? സോ 19 ഡിവൈഡഡ് ബൈ 4. 4 പ്രാവശ്യം ആകുമ്പോൾ 16. അപ്പോൾ 4 വരെ വരുള്ളൂ. ഓക്കെ. ഇനി മൂന്നാമത്തേത് മാസത്തിൻ്റെ കോഡ്. ജൂലൈ മാസമാണ്. ജൂലൈ മാസത്തിൻ്റെ കോഡ് എത്ര? 0. ഇനി നാലാമത്തേത് എന്താണ്? സെഞ്ചുറി കോഡ്. സെഞ്ചുറി കോഡ് 2019 ആണ്. 2000 2019 എന്ന് പറയുമ്പോൾ എത്ര തന്നെയാണ്? 6 തന്നെയാണ് വരിക. 6. ഇനി അഞ്ചാമത്തേത് ഡേറ്റ്. ഡേറ്റ് എത്രയാണ്? 10 ആണ് ഡേറ്റ്.
10 ഡേറ്റ്. ഓക്കെ, എല്ലാം കൂടെ കൂട്ടുക. 6 4 10 9 19 9 ശിഷ്ടം 1 1 1 2 1 3. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 39നെ 7 കൊണ്ട് ഹരിച്ചു നോക്കുക. 7 5 35. റിമൈൻഡർ എത്ര കിട്ടി? 4 കിട്ടി. 4 കിട്ടിക്കഴിഞ്ഞാൽ എങ്ങോട്ടാണ് നമ്മൾ നോക്കേണ്ടത്? ഡേ കോഡിലേക്ക്. 4 വന്നാൽ വെനസ്ഡേ കേട്ടോ. അപ്പോൾ അതും കറക്റ്റായിരുന്നു. അപ്പോൾ അവർ റെഫറൻസ് കൊടുത്തിരുന്ന ഡേറ്റ് കറക്റ്റാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഈ ഡേറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഈ ഡേറ്റ് കറക്റ്റാണ്, നമ്മുടെ ഈ പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട് ഈ ഡേറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. കറക്റ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ ഈ ഡേറ്റ് കണ്ടുപിടിക്കാമല്ലോ ധൈര്യമായിട്ട്. അതല്ലെങ്കിൽ മാത്രം നമ്മൾ ഓഡ് ഡേയ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. സോ ആദ്യം ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇത് കറക്റ്റ് ആണെങ്കിൽ ഇത് നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഈ 3 ടേബിളുകളൊന്ന് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇത് പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ. ഈ 144 എന്ന് പറഞ്ഞാൽ 12ന്റെ സ്ക്വയർ ആണ്. പിന്നെ ഒരു 0. പിന്നെ 25 എന്ന് പറയുമ്പോൾ 5ന്റെ സ്ക്വയർ ആണ്. പിന്നെ ഒരു 0. പിന്നെ 36 എന്ന് പറയുമ്പോൾ 6ന്റെ സ്ക്വയർ ആണ്. പിന്നെ എന്താണ് നമ്മളിവിടെ പറഞ്ഞ 12ന്റെ സ്ക്വയറിൻ്റെ കൂടെ ഒരു 2 കൂടെ കൂട്ടിയാൽ മതി. 144ൻ്റെ കൂടെ 2 കൂടെ കൂടെ. സോ 12ന്റെ സ്ക്വയർ 0, 5ന്റെ സ്ക്വയർ 0, 6ന്റെ സ്ക്വയർ 12ന്റെ സ്ക്വയറിൻ്റെ കൂടെ 2 കൂട്ടുക. അപ്പോൾ ഇത് ഇത്രയും കിട്ടി. പിന്നെ ഈ സെഞ്ചുറി കോഡ് നോക്കിക്കുക. 0642 അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവല്ലേ. അതിനാണ് ഞാൻ അവിടെ 2 കളർ കൊടുത്തേക്കുന്നത്. 0642 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാം. അപ്പോൾ അതുകൊണ്ട് അതും നമുക്ക് എളുപ്പമാണ്. പിന്നെ സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്ന് എഴുതുക. സൺഡേക്ക് 1 കൊടുക്കുക. 6 വരെ എഴുതുക 0. അപ്പോൾ ഇത് കാണാതെ പഠിക്കാനായിട്ട് ഒന്നുമില്ല. ഒന്ന് ഓർത്തിരുന്നാൽ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? ഫെബ്രുവരി 28 2000 എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. ഫെബ്രുവരി 28 2000 എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വാസ് ദ ഡേ ഓഫ് ദ വീക്ക് ഓൺ 30 ഡിസംബർ 2015? ഇത് നമ്മൾ ആദ്യം ഈ ഡേറ്റ് ശരിയാണോ നോക്കുക. ഫ്രൈഡേ ആണോ എന്ന് നോക്കുക. ഓക്കെ, ഫ്രൈഡേ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡേറ്റ് നമുക്ക് നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. അതേ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വേണ്ട എന്താ? നമ്മുടെ ഡേറ്റ് എത്ര? 2015 ഡിസംബർ 30 കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യം ഈ 15ൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുത്ത് എഴുതുക 1. രണ്ടാമത് അതിൽ എത്ര ലീപ്പ് ഇയേഴ്സ് ഉണ്ട്? 15 ഡിവൈഡഡ് ബൈ 4. 3 പ്രാവശ്യം ആകുമ്പോഴല്ലേ വരുന്നത്? 12. അപ്പോൾ 3. ഇനി മൂന്നാമത്തേത് ഡിസംബർ മാസത്തിൻ്റെ കോഡ്. ഡിസംബർ മാസത്തിൻ്റെ കോഡ് എത്ര? 6 അല്ലേ? ഡിസംബറിൻ്റെ കോഡ് അതെ 6. ഡിസംബറിൻ്റെ കോഡ് 6. ഇനി നാലാമത്തെ നമ്പർ എന്താണ്? സെഞ്ചുറി കോഡ്. സെഞ്ചുറി കോഡ് എന്ന് പറയുമ്പോൾ 2015 ആണ്. അതും 6 തന്നെയാണ്. ഇനി അഞ്ചാമത്തേത് എത്രയാണ്? ഡേറ്റ് എത്രയാണ്? 30. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടുക. 6 6 12 6 6 12 5 17 3 20 0 ശിഷ്ടം 2 3 1 4 2 6. ഓക്കെ, 60 എന്ന് കിട്ടുന്നു. 60നെ നമ്മൾ 7 കൊണ്ട് ഹരിക്കുന്നു. 7 8 7 56. റിമൈൻഡർ എത്ര കിട്ടുന്നു? 4 കിട്ടിയാൽ നമ്മൾ ഏതാ എടുക്കുക? 4 കിട്ടിയാൽ നമ്മൾ ഏതാ എടുക്കുക? തേഴ്സ്ഡേ. 4 കിട്ടിയാൽ വെനസ്ഡേ. സോ 4 കിട്ടി, അതുകൊണ്ട് വെനസ്ഡേ എന്ന് എടുക്കും. സോ ആൻസർ എത്രയാണ്? വെനസ്ഡേ. ശരിയാണോ? തീർച്ചയായും യെസ്. സോ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഈ ആദ്യത്തെ ഡേറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. കറക്റ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്താൽ മതി. എളുപ്പമായിരിക്കും കേട്ടോ. യെസ്, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദ കലണ്ടർ 1990 ഈസ് സിമിലർ ടു വിച്ച് ഇയർ? അതായത് 1990 കലണ്ടർ ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് വർഷമാണ് എന്നാണ് ചോദ്യം. 1990 കലണ്ടർ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് വർഷമാണ്? അപ്പോൾ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ അതിലൊരു കാര്യം, ഒരു ലീപ്പ് ഇയർ കഴിഞ്ഞ് പിന്നെ 28 വർഷം കഴിഞ്ഞ് വരുന്ന കലണ്ടർ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വർഷം ഉണ്ടല്ലോ, അതിനെ നിങ്ങൾ ആദ്യം 4 കൊണ്ട് ഹരിക്കുക. ഇവിടെ ഇപ്പം അവസാനത്തെ 2 ഡിജിറ്റിനെ 4 കൊണ്ട് ഹരിച്ച് നോക്കുക. 90നെ 4 കൊണ്ടൊന്ന് ഹരിച്ച് നോക്കുക. എത്ര കിട്ടും? 22 4 88. ശിഷ്ടം എത്ര കിട്ടി? 2. സോ സാധാരണ ഒരു വർഷമാണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റിനെ 4 കൊണ്ട് ഹരിച്ച് നോക്കുക. എത്ര കിട്ടി? റിമൈൻഡർ എത്ര കിട്ടി? 2. ഇനി ഞാൻ പറയുന്ന കാര്യം ഓർത്ത് വെക്കുക. റിമൈൻഡർ നമ്മൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 കിട്ടും, 1 കിട്ടും, 2 കിട്ടും, 3 കിട്ടും. 4 കൊണ്ട് ഹരിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല? 4 ശിഷ്ടം കിട്ടത്തില്ല. അപ്പോൾ 4 കൊണ്ട് ഹരിച്ചാൽ 0 1 2 3 ആയിരിക്കും ചോദ്യം. പണ്ട് ഞാൻ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് ചോദിച്ചു, സാർ 4 ശിഷ്ടം കിട്ടിയാലോ? മക്കളെ 4 കൊണ്ട് ഹരിച്ചാൽ 4 ശിഷ്ടം കിട്ടത്തില്ല.
4 കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ 4 ഭാഗങ്ങളായിട്ട് നമ്മൾ ഭാഗിക്കല്ലേ. അപ്പോൾ ഒരിക്കൽ ഒരു സംഖ്യ 4 ഭാഗങ്ങളായിട്ട് ഭാഗിക്കുമ്പോൾ ശിഷ്ടം ഒരിക്കലും 4 വരത്തില്ല. 0, 1, 2, 3 വരുള്ളൂ. 0 വന്നാൽ 28 വർഷങ്ങൾ കൂട്ടുക കിട്ടിയ വർഷത്തിൻ്റെ കൂടെ, നമ്മൾ എടുത്ത വർഷത്തിൻ്റെ കൂടെ. 1 വന്നാൽ 6 കൂട്ടുക, 2, 3 വന്നാലും 11 കൂട്ടുക. സോ ഇതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളങ്ങ് ബൈഹാർട്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി. ഒരു വർഷത്തെ കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ആ വർഷത്തിനെ നിങ്ങൾ 4 കൊണ്ട് ഹരിക്കുക. ലീപ്പ് ഇയർ ആണെങ്കിൽ എല്ലാ 28 വർഷം കഴിഞ്ഞ് വരുന്ന കലണ്ടർ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇവിടെ 0. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 കിട്ടുക എന്ന് പറയുമ്പോൾ അത് ലീപ്പ് ഇയർ ആണെന്നാണല്ലോ. ലീപ്പ് ഇയർ ആണെങ്കിൽ 28 വർഷം കഴിഞ്ഞ് ആ കലണ്ടർ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ 1990 ഹരിച്ചപ്പോൾ നമുക്ക് ശിഷ്ടം 2 കിട്ടിയത്. 2 കിട്ടിയത് കൊണ്ട് 11 വർഷം കൂടെ കഴിഞ്ഞ് വരുന്ന വർഷം ആ കലണ്ടർ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ 1990 കൂടെ 11 കൂടെ കൂട്ടിയാൽ മതി. 1990 കൂടെ 11 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2001 എന്ന് ആൻസർ കിട്ടും. ആൻസർ എത്ര കിട്ടും? 2001. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്, തീർച്ചയായും 2001. അടുത്ത ചോദ്യം. A clock is started at noon. By the time 1:40, the hour hand has turned through in degrees. അതായത് കോണളവല്ല കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. പലരും അങ്ങനെ വിചാരിച്ചിട്ട് 30h - 11/2 m ഒക്കെ വെച്ചിട്ട് കോണളവ് കണ്ടുപിടിക്കും. മക്കളെ, കോണളവല്ല ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു ക്ലോക്ക് നിങ്ങൾ എടുക്കുക. ഈ ക്ലോക്ക് 12 മണിക്ക് അതിൻ്റെ മെഷർമെൻറ്റ് 12 മണി മുതലുള്ള അളവാണ് നമുക്ക് വേണ്ടത്. അത് എത്രയായി? 1:15 ആയപ്പോൾ, അതായത് മണിക്കൂർ സൂചി ഇങ്ങനെ നിൽക്കുമായിരിക്കുമല്ലോ, അത് 1:15 അല്ല 1:40 വരെ. അപ്പോൾ 1:40 വരെ അത് എന്തുമാത്രം ആംഗിൾ അത് സഞ്ചരിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മണിക്കൂർ സൂചി അല്ലെങ്കിൽ നമ്മളുടെ ക്ലോക്കിനെ നമ്മൾ ടോട്ടൽ 360 ഡിഗ്രി അല്ലേ, ഒരു സർക്കിളിന് ചുറ്റുമുള്ള കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുമ്പോൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ 360 ഡിഗ്രി തിരിയണം. അതിനെ നമ്മൾ 60 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ 360 ഡിവൈഡഡ് ബൈ 60 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 6 ഡിഗ്രി. അതായത് ഈ മിനിറ്റ് സൂചി അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക്, ഇപ്പോൾ ഈ 12നും 1നും ഇടയ്ക്ക്, ഇപ്പോൾ നമ്മൾ വേറൊരു സർക്കിൾ, കുറച്ചുകൂടെ വലിയൊരു സർക്കിൾ ഞാൻ വരച്ചാൽ, ഇപ്പോൾ 12നും 1നും ഇടയ്ക്ക് ഇവിടെ 5 തുല്യ ഭാഗങ്ങളുണ്ടല്ലോ. 1, 2, 3, 4, 5 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ ഓരോ പോയിന്റും 5 ഡിഗ്രിയാണ്. കാരണം ഇങ്ങനെ 60 എണ്ണം ചേരുമ്പോഴാണ് 360 ആവേണ്ടത്. അപ്പോൾ ഈ ഓരോ പോയിന്റും 6 ഡിഗ്രിയാണ്. ഈ ഓരോ പോയിന്റും 5 ഡിഗ്രി അല്ല, 6 ഡിഗ്രിയാണ്. കാരണം നമുക്ക് ഇവിടെ കിട്ടിയ 6 ഡിഗ്രി. ഈ ഓരോ പോയിന്റും എത്ര? 6 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് മണിക്കൂർ സൂചി മാത്രം മൂവ് ചെയ്യുന്ന എത്ര ആയിരിക്കും? 6 ഡിഗ്രി ഇൻറ്റു 5, 30 ഡിഗ്രി ആയിരിക്കും. ഒരു മണിക്കൂറിൽ 30 ഡിഗ്രി ആയിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മണിക്കൂർ സൂചി മണിക്കൂർ സൂചി ഒരു മണിക്കൂറിൽ 30 ഡിഗ്രി തിരിയും. അവർ ഹാൻഡ് ഒരു മണിക്കൂറിൽ 30 ഡിഗ്രി മൂവ് ചെയ്യും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നമുക്ക് ഒരു മണിക്കൂർ 40 മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മണിക്കൂർ 40 മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഒരു മണിക്കൂർ 40 മിനിറ്റ്. അപ്പോൾ ഒരു മണിക്കൂർ 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/40/60 എന്ന് എടുക്കാമല്ലോ. കാരണം 60ന്റെ ബേസിലല്ലേ നമ്മൾ മിനിറ്റിനെ പറയുന്നത്. അപ്പോൾ 1/40/60 എന്ന് പറയുമ്പോൾ എത്ര? 1/2/3 എന്ന് എടുക്കാമല്ലോ. 1/2/3 എന്ന് എടുക്കാം. അതിനെ നമുക്ക് വീണ്ടും ഇങ്ങനെ എടുക്കാമല്ലോ. 3നെ 1 കൊണ്ട് ഗുണിച്ച് 3, 3, 2, 5, 5/3 അവർ എന്ന് കിട്ടത്തില്ലേ? കിട്ടും. അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രിയാണ് തിരിയുന്നത്. അപ്പോൾ 5/3 അവർ കൊണ്ട് എത്ര ആയിരിക്കും? 30യെ എന്ത് ചെയ്താൽ മതി? 5/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രിയാണ്. 1 മുതൽ 1:40 വരെ 5/3 അവർ മൂവ് ചെയ്തു. അതായത് 1/2/3 എന്ന് പറയുമ്പോൾ 5/3 അവർ മൂവ് ചെയ്തു. ഒരു മണിക്കൂറിൽ 30 ഡിഗ്രി ആണെങ്കിൽ 5/3 അവറിൽ എത്രയാണ്? 30 × 5/3. സോ 30 × 5/3 എന്ന് പറയുമ്പോൾ ഈ 3ഉം 30 കട്ട് ചെയ്യുമ്പോൾ 10, 10 × 5 50 ഡിഗ്രി എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി 50 ഡിഗ്രി എന്ന് കിട്ടും. അപ്പം ഇവിടെ ഓർത്തിരിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ മക്കളെ, ഒരു മണിക്കൂർ സൂചി 30 ഡിഗ്രി തിരിയും. കാരണം എന്താ? ഈ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് 5 തുല്യ ഭാഗങ്ങളുണ്ട് അല്ലേ? ഓരോ ഭാഗത്തും ഒരു പോയിന്റ് മൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു മിനിറ്റ് അത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്യാനായിട്ട് 6 ഡിഗ്രി തിരിയണം. അപ്പോൾ
ഈ 6 ഡിഗ്രി ഒരു പോയിന്റ് മൂവ് ചെയ്യാനായിട്ട് തിരിയണം. അപ്പോൾ 5 പോയിന്റ് ആകുമ്പോൾ 30 ഡിഗ്രി. അപ്പോൾ 1 മണിക്കൂറിൽ മണിക്കൂർ സൂചി 30 ഡിഗ്രി തിരിയും. ഇവിടെ 1:40 സമയം. 1:40 എന്ന് പറയുമ്പോൾ 1 മണിക്കൂറും പിന്നെ 40 മിനിറ്റും എന്ന് പറയുമ്പോൾ 1 മണിക്കൂറും പിന്നെ 60-ൽ 40 മിനിറ്റും. ഇതിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 1 and 2/3 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആ 1 and 2/3 ആണ് 5/3 അവർ എന്ന് പറയുന്നത്. നമുക്കറിയാം 1 മണിക്കൂറിൽ മണിക്കൂർ സൂചി 30 ഡിഗ്രിയാണ് തിരിയുന്നത്. അപ്പോൾ 5/3 അവറിന് എത്ര? 30 × 5/3. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 50 ഡിഗ്രി എന്ന് കിട്ടും. സോ ആൻസർ എത്രയാണ്? 50 ഡിഗ്രി. ശരിയാണോ? യെസ്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. At what time the clock will there 180 degree between the hour hand and minute hand? അല്ലേ അടുത്ത ചോദ്യം. എത്ര രസകരമായ ചോദ്യമാണെന്ന് നോക്കി. ഇങ്ങനെയൊക്കെ ചോദിക്കണേ എന്ന്. ഇത് വല്ലാത്ത ക്ലോക്കായിപ്പോയി. ഓക്കെ, ഭാഗ്യം. അപ്പോൾ 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരുന്നത് താഴെ പറയുന്നതിൽ ഏത് സമയത്താണ്? സ്ട്രെയിറ്റ് ലൈൻ വരിക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സമയം വരണം. എന്താണ്, എനിക്കൊരു സ്ട്രെയിറ്റ് ലൈൻ പോലും വരയ്ക്കാൻ അറിയത്തില്ലല്ലോ ദൈവമേ. ഓക്കെ, ഇങ്ങനൊരു ലൈൻ വരണം. അത് ഏത് സമയത്തായിരിക്കും? 6 മണിക്കായിരിക്കത്തില്ലേ? ഈ തന്നിരിക്കുന്നതിന് 9:15 സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതാണ് 180 ഡിഗ്രി സ്ട്രെയിറ്റ് ലൈൻ. അതാണ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരണം. അത് 6 മണിക്കല്ലേ വരുള്ളൂ. 6 മണി, കൃത്യം 6 മണിക്ക്. ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നു, അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. 12:30 പറയാൻ പറ്റുമോ? ഇല്ല. ഓൾ ഓഫ് ദിസ് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഏതാണ് ആൻസർ? 6 മണി. വെരി സിമ്പിൾ. യെസ്. അടുത്ത ചോദ്യം. അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 7 to 8 o'clock will the hands of a clock points coincide with each other? ഓക്കെ, അതായത് 7 മണിക്കും 8 മണിക്കും ഇടയിൽ എപ്പോഴാണ് ക്ലോക്കിലെ സൂചികൾ പരസ്പരം ഒരേപോലെ വരും? അതായത് ഒരു സൂചിയുടെ പുറത്ത് വേറൊരു സൂചി കയറിയിരിക്കണം. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു സൂചിയേ ഉള്ളൂ എന്ന് തോന്നും. ഇത് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, ഒരേപോലെ ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മുകളിൽ ഇരിക്കണം. അതായത് കറക്റ്റ് ഇതേപോലെ ഒരു സൂചി ഉള്ളെന്ന് നമുക്ക് ക്ലോക്കിൽ ഒരു സൂചി കാണുന്നില്ലല്ലോ എന്ന് തോന്നണം, ഒരേപോലെ ഇരിക്കണം. അങ്ങനെ വരുന്ന സമയങ്ങളുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് വൈകുന്നേരം ഒരു 4:20 ആകുമ്പോൾ ഇങ്ങനെ വരും, അല്ലെ ഒരു 6:35 ആകുമ്പോൾ ഇങ്ങനെ വരും. അതുപോലെ ഒരു 3:15 ഇടയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. അപ്പം ഇങ്ങനെ വരുന്ന സമയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് 7-നും 8-നും ഇടയിൽ എപ്പോഴാണ് വരുന്നത്? വളരെ എളുപ്പമാണ്. ഒരു ഷോർട്ട് കട്ട് കൊണ്ട് ഓർത്തിരുന്നാൽ മതി. ചെറിയ സമയം എടുക്കുക, 7 ഇൻറ്റു, എന്നിട്ട് ചെറിയ സമയം ഇൻറ്റു 60/11 എന്ന ഷോർട്ട് കട്ട് ഓർത്താൽ മതി. അപ്പോൾ ഈ 60/11 എന്ന് പറയുന്ന ഒരു ഇപ്പോൾ ഇപ്പം 3-നും 4-നും ഇടയിലാണെങ്കിൽ ചെറിയ സമയം 3 × 60/11, 2-നും 3-നും ഇടയിലാണെങ്കിൽ ചെറിയ സമയം 2 × 60/11, 1-നും 2-നും ഇടയിലാണെങ്കിൽ 1 × 2/11. അപ്പോൾ ഈ സമയം അങ്ങ് നോക്കിയാൽ മതി. അപ്പോൾ 7 × 60/11. അപ്പോൾ 7 × 60 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 420/11. എത്ര കിട്ടും? 420-നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 38 and 2/11 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? 7 മണി കഴിഞ്ഞ് 38 and 2/11 മിനിറ്റ് എന്നാണ്. അല്ലാതെ 8 മണി കഴിഞ്ഞെന്ന് പറയരുത്. കാരണം 7-നും 8-നും ഇടയിലെന്ന് പറയുമ്പോൾ 8 മണി കഴിഞ്ഞുള്ള സമയം പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. നമുക്കിവിടെ കിട്ടിയ ഉത്തരം ഉണ്ടല്ലോ. ഇപ്പം 7-നും 8-നും ഇടയിൽ. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഈ 7 × 60/11 വെച്ച് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 38 and 2/11 എന്നാണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താ? 7 മണി കഴിഞ്ഞ് 7 മണി കഴിഞ്ഞ് പിന്നെ 38 and 2/11 മിനിറ്റ് ആകുമ്പം, അപ്പോൾ ആൻസർ എന്ന് പറയുമ്പം 7 hour 38 and 2/11 മിനിറ്റ് എന്നാണ്. ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. നമുക്ക് ആൻസറായിട്ട് വരിക 7 hour 38 and 2/11 മിനിറ്റ്. അതായത് 7 മണി കഴിഞ്ഞ് 38 and 2/11 മിനിറ്റ്. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടോ? 38 and യെസ്, ഇതാ കിടക്കുന്നു 38 and 2/11 മിനിറ്റ്സ് പാസ്റ്റ് 7. 7 മണി കഴിഞ്ഞ് 38-ഉം 2/11 മിനിറ്റും. സോ യെസ്, ആൻസർ നമുക്ക് കിട്ടി. അടുത്ത ചോദ്യം. Select the time that would be depict the correct mirror image of 4:40 in a clock. ഒരു ക്ലോക്കിൽ മിറർ ഇമേജ് വരുന്ന സമയം, ശരിക്കുമുള്ള സമയം എത്ര പറഞ്ഞിരിക്കുന്നത്? 4:40 എന്നാണ് സമയം. അപ്പം നമുക്കിത് 2 രീതിയിൽ ചെയ്യാം. ചിലർ പറയും 11:60 എന്ന സമയത്ത് നിന്ന് കുറയ്ക്കാൻ പറയും. 4:40. അപ്പോൾ എത്ര കിട്ടും? 20. 7:20. ഓ, ആൻസർ കിട്ടി. പക്ഷെ 11-നും 1-നും ഇടയിലാണ് സമയമെങ്കിൽ നമ്മൾ 23:60 നിന്ന് കുറയ്ക്കണം.
അപ്പോൾ പിന്നെ ഇതിനെല്ലാത്തിനും കൂടെ ഞാൻ പക്ഷേ പറയുന്നത് നിങ്ങൾ എപ്പോഴും 2360 നിന്ന് അങ്ങ് കുറയ്ക്കുക. ഇപ്പം ഞാൻ ഈ ചോദ്യം 2360 എന്ന് പറയുന്ന സമയത്തിൽ നിന്ന് ഞാൻ എത്ര കുറച്ചു? 440 കുറച്ചു. അപ്പോൾ എനിക്ക് എത്ര കിട്ടും? 20. ഇവിടെ എത്ര കിട്ടും? 1920 എന്ന് കിട്ടും. അപ്പം എനിക്ക് ഇച്ചിരി ബോധം വേണം. ഈ 1920 എന്ന് പറയുമ്പം 24 hour ക്ലോക്ക് ആയിരിക്കും. കാരണം ഞാൻ 2360 എന്ന് പറയുന്ന സമയത്തിൽ നല്ലേ കുറച്ച്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? അവിടെ 24 ക്ലോക്ക് ആയിരിക്കും. അപ്പോൾ ഈ 24 hour ക്ലോക്കിനെ 12 hour ക്ലോക്ക് ആക്കണം. എന്ത് ചെയ്താൽ മതി? 12 അങ്ങ് കുറച്ചാൽ മതി. 19-ന് 12 കുറയ്ക്കുമ്പം 7:20. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. ഇതാകുമ്പോൾ ഒറ്റ കാര്യം നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾ 11-നും 1-നും ഇടയ്ക്കാണോ എന്നൊന്നും നോക്കണ്ട. കിട്ടുന്നത് 24 ക്ലോക്കിലായിരിക്കും. അതിനെ 12 ക്ലോക്ക് ആക്കണം. മണിക്കൂറിൽ നിന്ന് മാത്രം 12 കുറച്ചാൽ മതി. മിനിറ്റിന് ഒന്നും ചെയ്യണ്ട. മണിക്കൂറിൽ നിന്ന് മാത്രം 12 അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. 2360 എന്നൊരു ഒറ്റ സമയം പഠിച്ചു വെച്ചാൽ മതി. 2360 കിട്ടുന്നത് 24 ക്ലോക്ക് ആയിരിക്കും എന്ന് ഓർത്തോണം. അതിൽ നിന്ന് 12. ഇപ്പോൾ 14, 15, 16, 12. ചിലപ്പോൾ ഇപ്പം നിങ്ങൾ 2360 നിങ്ങൾ സമയം വന്നിരിക്കുന്നത് 12:30. 12:30 കുറച്ചു. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? 30. 11:30. ഇതിനെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. കാരണം 11:30 തന്നെ. 12-നേക്കാൾ ഇവിടെ നിങ്ങൾക്ക് 14 കിട്ടുവാണെങ്കിൽ നിങ്ങൾ 12 കുറയ്ക്കണം. 17 കിട്ടുവാണെങ്കിൽ നിങ്ങൾ 12 കുറയ്ക്കണം. 18 കിട്ടുവാണെങ്കിൽ നിങ്ങൾ 12 കുറയ്ക്കണം. 7, 6 കിട്ടുവാണെങ്കിൽ നിങ്ങൾ പിന്നെ 12 കുറയ്ക്കാൻ നടക്കണ്ട. അപ്പോൾ ഈ 2360 എന്ന് പറയുന്ന സമയം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. സോ ആൻസർ എത്ര ഉണ്ട്? ഇതിനകത്ത് ഒരുപാടുണ്ടല്ലോ. ആൻസർ ഏതായിരുന്നു? 7:20. യെസ്, 7:20. 7:20. യെസ്. അടുത്ത ചോദ്യം. ഇഫ് യെസ്റ്റർഡേ വാസ് മൺഡേ then which day of the week will be after 89 days? അപ്പോൾ യെസ്റ്റർഡേ മൺഡേ ആണ്. അപ്പോൾ ടുഡേ എന്തായിരിക്കും? ഇവിടെ മക്കളെ യെസ്റ്റർഡേ മൺഡേ ആണെങ്കിൽ, ഇന്നലെ തിങ്കളാഴ്ച ആണെങ്കിൽ ഇന്ന് എത്ര ആയിരിക്കും? ഇന്ന് ട്യൂസ്ഡേ ആയിരിക്കും. അത് കഴിഞ്ഞ് കൃത്യം 89 ദിവസം കഴിഞ്ഞ് ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദ്യം. സോ 89-നെ എന്ത് ചെയ്യുക? ദിവസം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 7 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും നമുക്ക്? 12, 7, 84. റിമൈൻഡർ എത്ര കിട്ടും? 5 കിട്ടും. അതായത് ഈ ട്യൂസ്ഡേയുടെ കൂടെ ഈ 5 അങ്ങ് കൂട്ടിയാൽ മതി. ട്യൂസ്ഡേയുടെ കൂടെ 5 കൂട്ടുക. വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. സോ ട്യൂസ്ഡേ പ്ലസ് 5 is equal to സൺഡേ. സോ ആൻസർ എത്ര കിട്ടി? സൺഡേ. ബി ഓപ്ഷൻ ആണ് സൺഡേ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സോറി, ബി അല്ല, ഡി ഓപ്ഷൻ സൺഡേ. അടുത്ത ചോദ്യം. എ വാച്ച് റീഡ്സ് 4:30. ഒരു വാച്ച് സമയം എത്ര കാണിക്കുന്നു? 4:30 എന്ന് കാണിക്കുന്നു. ഇഫ് ദ മിനിറ്റ് ഹാൻഡ് പോയിന്റ്സ് ഈച്ച് ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ അവർ ഹാൻഡ് പോയിന്റ്? ഓക്കെ, സോ നമുക്ക് ഒരു ക്ലോക്ക് ചുമ്മാ ഒന്ന് വരയ്ക്കാം. ഓക്കെ, അതിൻ്റെ 4:30 സമയം കാണിക്കുന്നത്. അപ്പം അവർ ഹാൻഡ് ഇത്, മിനിറ്റ് ഹാൻഡ് ഇത്. ഓക്കെ, 4:30. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഈ ഇഫ് മിനിറ്റ് ഹാൻഡ് പോയിന്റ്സ് ഈച്ച്, മിനിറ്റ് ഹാൻഡ് ഈസ്റ്റിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഈസ്റ്റ്, അപ്പോൾ ഇത് വെസ്റ്റ്, ഇതെന്തായിരിക്കും? സൗത്ത്, ഇതെന്തായിരിക്കും? നോർത്ത്. അപ്പോൾ എല്ലാം കിട്ടി. ഇനി എന്താണ്? മണിക്കൂർ സൂചി എവിടേക്ക് നിൽക്കുന്നതാണ്? ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ അവർ ഹാൻഡ് പോയിന്റ്? മണിക്കൂർ സൂചി ഏത് ഡയറക്ഷനിലേക്ക് നിൽക്കും എന്നാണ് ചോദ്യം. മണിക്കൂർ സൂചി ഇതാ ഇങ്ങോട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്തേക്കാണ് നിൽക്കുന്നത്. അതായത് നോർത്തിനും ഈസ്റ്റിനും ഇടയിലാണ്. നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? അതിനെ നോർത്ത് ഈസ്റ്റ് എന്നല്ലേ പറയുക? അതെ, നോർത്ത് ഈസ്റ്റ്. ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ സി, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. സോ ആൻസർ നമുക്ക് കിട്ടി, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. അപ്പം ഈ ക്ലോക്കിൽ നിന്നും കലണ്ടറിൽ നിന്നുമൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ചില ക്ലീഷേ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇതല്ലാതെയും വേറെയും ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു വീഡിയോയിലൂടെ വന്നിട്ട് നമുക്കൊരു പരിധിയിൽ കൂടുതൽ ചോദ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുന്ന ക്ലാസ്സസ് ഇനി ഉണ്ടാകും. ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പ് ധാരാളം ക്ലാസ്സുകൾ നമുക്ക് കിട്ടും. അപ്പോൾ എന്നിരുന്നാൽ കൂടിയും എനിക്ക് എപ്പോഴും പരിധിയുള്ളത്, ഞാൻ എപ്പോഴും പിള്ളേരോട് പറയുന്നൊരു കാര്യമാണ്, മക്കളെ ലിമിറ്റ് ഉള്ളതും കഴിവ് കുറവുള്ളതും എനിക്കാണ്. എനിക്ക് നിങ്ങളെ ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളുടെ എണ്ണത്തിന് എപ്പോഴും ഒരു കണക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്കതില്ല. നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം. അധ്യാപകർക്കാണ് ലിമിറ്റ് ഉള്ളത്, പഠിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും ലിമിറ്റ് ഇല്ല. കാരണം ഒരു സാറിന് പഠിപ്പിക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു ചാപ്റ്റർ ജീവിതകാലം മുഴുവൻ ഇരുന്ന് അയാൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അയാൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്നതിനും അയാൾക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളുടെ എണ്ണവും ഒക്കെ ലിമിറ്റഡ് ആയിരിക്കും. ഒരു മണിക്കൂറിൽ ഇത്ര, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ഇത്ര, ഒരു വീഡിയോയിൽ ഇത്ര,
എന്നൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഈ ലിമിറ്റ് ഇല്ലാത്തത് എപ്പോഴും കുട്ടികൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. അതിനുവേണ്ടി നമ്മളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അതിനുവേണ്ടി ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് പഠിക്കാൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. അതിനുവേണ്ടി നമ്മുടെ ആപ്പ് പ്രയോജനപ്പെടുത്തുക. 10 പൈസ പോലും ചിലവില്ലാതെ നിങ്ങൾക്ക് എക്സാംസ് എഴുതാം. എന്തെങ്കിലുമൊക്കെ കോഴ്സ് പർച്ചേസ് ചെയ്ത് ലൈവ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ആ ഒരു കോഴ്സിനെ സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ മാത്രമേ അതിൽ പേയ്മെൻ്റ് ഉള്ളൂ. എക്സാംസ് എല്ലാം അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. തീർച്ചയായും വെറുതെ നിങ്ങൾക്ക് ഒരു പൈസ പോലും ചിലവില്ല. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എക്സാംസ് എഴുതുക. കഴിയുന്നത്ര എക്സാംസ് എഴുതാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനും കൂടെ നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ മക്കളെ. നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.